പുതിയ ഇളം പ്രായത്തിലുള്ള തേനീച്ച നമ്മൾ അവർക്ക് തന്നെ കൊടുത്തിരിക്കുകയാണ്. നമസ്കാരം, ഡിലൈറ്റ് ഫുഡീസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെല്ലാവരും കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ട് നമ്മുടെ വൻതേൻ എടുക്കുന്ന രീതിയും അതിൻ്റെ ഹാർവസ്റ്റിങ്ങും ആയിരുന്നു. എന്നാൽ ഇന്ന് തികച്ചും വ്യത്യസ്തമായി ചെറുതേൻ, അതായത് തേൻ തന്നെ ആണെങ്കിലും തേനികളിൽ കോസ്റ്റ്ലിയാണ് ചെറുതേൻ. അപ്പം അത് മൊത്തത്തിൽ ഒരു എൻ്റയർലി ഡിഫറെൻ്റ് ആണ് വൻതേനുമായിട്ട്. അപ്പം നമ്മുടെ ചെറുതേൻ ഉൽപ്പാദിപ്പിക്കുന്ന അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന രീതിയാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പം നമുക്ക് അതിലേക്ക് നേരിട്ട് പോവാം. അപ്പം നമ്മളീ കാണുന്നതാണ് ചെറുതേൻ ഈച്ചയുടെ കോളനി. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട വ്യത്യസ്തമായ വൻതേനുംനെക്കാട്ടിലും തികച്ചും വ്യത്യസ്തമാണ് ഈ ചെറുതേൻ്റെ ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രീതി. കംപ്ലീറ്റ് ചെറുതേൻ ഈച്ചകളാണ് ഇപ്പോൾ ഇതുവഴി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നുണ്ടല്ലേ, ഈ കാണുന്നത് ഇതിൻ്റെ എൻട്രൻസ് ആണ്. എല്ലാത്തിൻ്റെ എൻട്രൻസ് ഉണ്ട്, ഇതുവഴിയാണ് കയറുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിനി വിശദമായിട്ട് കാണാം. പനുവേ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിജയകരമായി നമ്മൾ തേനടയിൽ നിന്ന് തന്നെ എടുത്ത് കട്ട് ചെയ്തിട്ട് അത് വൻതേന്റെ ആയിരുന്നു. അതെ, അതാണ്. അപ്പൊ ഇന്ന് തികച്ച വ്യത്യസ്തമാണ്. നമ്മൾ തേൻ ഉൽപ്പന്നം തന്നെയാണെങ്കിലും വൻതേനും ചെറുതേനും എൻ്റർലി ഡിഫറെന്റ് അല്ലേ? തീർച്ചയായിട്ടും എൻ്റർലി ഡിഫറെന്റ് ആയതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇത് രണ്ടാമത്തെ ഒരു എപ്പിസോഡ് തന്നെ ആക്കുന്നത്. അപ്പം വൻതേൻ എടുക്കുന്നതിൽ നിന്നും ചെറുതേൻ എടുക്കുന്നതിൽ നിന്നും അതിന്റെ കോളനി വളരുന്ന അവസ്ഥയിൽ നിന്ന് പോലും വ്യത്യസ്തതകൾ അനവധിയാണ്. നമ്മൾ മറ്റേ വൻതേനീച്ച കോളനികൾ എടുത്തപ്പോൾ നമ്മൾ ഫ്രെയിമുകളൊക്കെ എടുത്ത് നോക്കി, അതേപോലെ പല കാര്യങ്ങളുണ്ട്. എന്നാൽ ചെറുതേനീച്ച കോളനി എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഫ്രെയിമുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഏതൊരു സാധാരണക്കാരനും കൃഷി ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് ഇനി നേരിട്ട് ഇതിലേക്ക് പോവാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പം വൻതേൻ എടുക്കുന്ന പോലെയല്ല, ചെറുതേൻ എടുക്കുന്നതിന് നമുക്ക് ചില മെഷേഴ്സ്, ചില മാനദണ്ഡങ്ങൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ചെറുതേനീച്ചകൾ എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ കുത്തില്ല. അപ്പൊ അത് ഒട്ടും തന്നെ അവർ നമ്മളെ കുത്തത്തില്ല. എന്നാൽ നമ്മുടെ ഈ താടിയിലെ മുടിയിലെ ഒക്കെ ഇവര് കയറും, ചെവിക്കകത്ത് കയറും, മൂക്കിലൊക്കെ കയറി നമ്മളിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യും. ചെറിയ രീതിയിൽ ഇറിറ്റേഷൻ, ചൊറിയും. അത് മാത്രമാണ് അവർ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട്. കുത്തത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും ചെറിയ കുട്ടികൾ മുതൽ ഏറ്റവും പ്രായമുള്ളവർക്ക് വരെ ചെയ്യാൻ പറ്റും. വലിയ പരിചരണം ആവശ്യമില്ല അവർക്ക്. അതേപോലെ 1 രൂപ പോലും മുടക്കാതെ നമുക്ക് കൃഷി ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലൊരു കൃഷി രീതിയാണ് ചെറുതേനീച്ച. അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പഴയൊരു വീടാണെങ്കിൽ വീടിന്റെ ഫൗണ്ടേഷന്റെ ഇടയിലോ നിങ്ങളുടെ മീറ്റർ ബോക്സിന്റെ ഇടയിലോ ഒക്കെ നോക്കിയാൽ തന്നെ ഒരുപക്ഷെ അവിടെ ചെറുതേനീച്ച കോളനികൾ കാണും. അങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ പെട്ടിയിലേക്ക് ആക്കാനും നമുക്ക് തേൻ ഉൽപ്പാദനം ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ചെറുതാണെങ്കിലും ഉൽപാദന കോസ്റ്റ് കുറവാണെങ്കിലും വിലയിൽ ഭീകരനാണ് ചെറുതേൻ. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ചെറുതേൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. രണ്ട് തരത്തിലുള്ള കോളനികളാണ്. ഒരു പ്രത്യേകിച്ചും തേനീച്ചയുടെ ഒരു കുടുംബത്തെ കോളനി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ട് തരത്തിലുള്ള പെട്ടികളാണ്. അതിൽ നിന്ന് നമുക്ക് എങ്ങനെ തേൻ എടുക്കാമെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ചെറുതേനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ ആദ്യമേ പരിചയപ്പെടുത്തിയിട്ട് പോവാം. കാര്യം നമ്മൾ ഇതിനു മുമ്പ് എന്നോട് പറഞ്ഞു, ഇത് നമ്മൾ ഈ പറഞ്ഞാൽ കുത്തത്തില്ലെങ്കിലും നമുക്ക് ഡിസ്റ്റർബൻസോ ഇറിറ്റേഷനോ ഒക്കെ ഉണ്ടായിരിക്കാനായിട്ട് നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് എടുക്കാം. അപ്പൊ അതിനു മുമ്പ് വേണ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം പരിചയപ്പെടുത്തി തന്നിട്ട് നമുക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വൻതേനീച്ചയുടെ തേൻ എടുത്തപ്പോൾ നമ്മൾ തേനീച്ചപ്പെട്ടിയിൽ നിന്ന് അടകളെടുത്ത് മെഷീനിൽ വെച്ച് കറക്കി എടുക്കുന്ന രീതിയാണ് കണ്ടത്. നമ്മൾ കൈ തൊടാതെ മെഷീനിൽ വെച്ച് എടുക്കുന്ന രീതി. എന്നാൽ ഇതിന് മെഷീനറീസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന് നമുക്ക് വേണ്ട എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ നോക്കാം. നമുക്ക് ഇതേപോലെ നല്ലൊരു സ്റ്റീലിന്റെ പാത്രങ്ങൾ വേണം. അതേപോലെ നല്ല രീതിയിലുള്ള ഒരു അരിപ്പ വേണം. ഏറ്റവും നല്ലത് സ്റ്റീലിന്റെ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. വാഷ് ചെയ്യാൻ എളുപ്പമാണ്. അത് തന്നെയല്ല, ഇത് നമ്മൾ വെയിലത്താണ് വെക്കുന്നത് എടുത്തതിന് ശേഷം. അപ്പൊ സ്റ്റീലിന്റെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ സ്റ്റീലിന്റെ പാത്രമാണെങ്കിൽ അത് നല്ലതാണ്. പിന്നീട് നല്ല കട്ടിയുള്ള 2 സ്പൂൺ അത്യാവശ്യമാണ്. അതെന്തിനാന്ന് വെച്ചാൽ പെട്ടിക്കുള്ളിൽ നിന്നൊക്കെ നമുക്ക് കോരിയെടുക്കാനും വടിച്ചെടുക്കുന്നതിനൊക്കെ വേണ്ടിയാണ്. പിന്നീട് നമ്മൾ നല്ല 2 പച്ച ഈർക്കിലെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉപയോഗം ഞാൻ പിന്നീട് വരിയെ കാണിക്കാം. പിന്നീട് നമുക്കൊരു നൈഫ് അത്യാവശ്യമാണ്. വൻതേനീച്ചപ്പെട്ടിയിൽ കൈകാര്യം ചെയ്യുന്ന അതേ നൈഫ് തന്നെ, സെയിം നൈഫ് തന്നെയാണ്. നല്ല ഷാർപ്പനാണ്. അതെ, അതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമാണ്. അപ്പം ഏറ്റവും പ്രധാനമായിട്ട് ഇത്രയാണ് ആവശ്യം. പിന്നീട് നമുക്ക് വേണ്ടത്
2 തുപ്പികൾ. നമ്മൾ ആര് കൈകാര്യം ചെയ്യുന്നു, അടുത്ത ആരൊക്കെ നിൽപ്പുണ്ട് അവർക്ക് ഈ തുപ്പി അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് ഈ തുപ്പി ഇട്ടിട്ട് വേണം പെട്ടി കൈകാര്യം ചെയ്യാൻ. കാരണം ഇവർ കുത്തത്തില്ലെന്ന് പറഞ്ഞു, പക്ഷെങ്കിൽ നമ്മളുടെ മുടിയില്, തലയില്, ചെവിക്കകത്തൊക്കെ ഇവര് കൂടുതലായിട്ട് കീറും. നമുക്ക് ഭയങ്കര ശല്യമായിരിക്കും. അങ്ങനെ ഞാനും ഈ തവണ കൂട്ടിനകത്ത് കയറി കേട്ടോ. കഴിഞ്ഞ തവണ കൂടൊന്നും വേണ്ടായിരുന്നു. പക്ഷെ ഇവരെ ഇച്ചിരി നമ്മളൊന്ന് കെയർ ചെയ്യുക തന്നെ വേണം, അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഈ പെട്ടി തുറക്കാം. പെട്ടി തുറന്ന് തേൻ എടുക്കാനായിട്ട് പോകാം. അപ്പോൾ അതിനു മുമ്പ് പെട്ടിയുടെ ഈ ഒരു പെട്ടിയുടെ പ്രത്യേകത നമ്മൾ വൻതേനീച്ചയിൽ കണ്ടതുപോലെ തന്നെ ഇതിന് ഹണി ചേമ്പറും സൂപ്പർ ചേമ്പറും ഉണ്ട്. എല്ലാ ചെറുതേനീച്ച പെട്ടികളും ഇങ്ങനെയല്ല വരുന്നത്. പക്ഷെ ഈ 2 തരം പെട്ടികൾക്ക് അങ്ങനെ ഉണ്ട്. അങ്ങനെയുള്ള പെട്ടികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചെറുതേനീച്ച കൈകാര്യം ചെയ്യുമ്പോൾ ചെറുതേനീച്ചയുടെ റാണി ഒട്ടും തന്നെ നഷ്ടപ്പെട്ടു പോകാതെ വേണം നമ്മൾ അതിനെ കൈകാര്യം ചെയ്യാൻ. കാരണം വൻതേനീച്ചയെക്കാട്ടിലും ചെറുതേനീച്ച റാണിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. കാരണം ആ റാണി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ കോളനിയുടെ ഒരു അവസ്ഥ ശോചനീയ അവസ്ഥയായിരിക്കും. അതുകൊണ്ട് റാണിക്ക് വളരെ ഇമ്പോർട്ടൻസ് ആണ് വൻതേനീച്ചയെക്കാട്ടിലും ചെറുതേനീച്ചയെ. അപ്പം ഇങ്ങനെയുള്ള ഹണി ചേമ്പറും അതേപോലെ പുഴുവറയും തേനറയും പ്രത്യേകമുള്ള പെട്ടിയാണെങ്കിൽ പുഴുവറയ്ക്കകത്തിരിക്കുന്ന റാണി ഒട്ടും തന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ, ഒട്ടും തന്നെ ശല്യപ്പെടുത്താതെ നമുക്ക് തേനറയിൽ നിന്ന് തേൻ മാത്രമായിട്ട് എടുക്കാൻ സാധിക്കും. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പം നമ്മുടെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള പെട്ടികളുടെ പ്രത്യേകതയുണ്ട്. ഈ ടൈപ്പ് അല്ലാത്ത മറ്റു തരം പെട്ടികളും ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ കുറെ കൂടെ സമയം എടുത്ത് വേണം തേൻ എടുക്കാനായിട്ട്. അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു പെട്ടി ഒന്ന് തുറന്നു നോക്കാം. നമ്മൾ ഇതിന്റെ ഹാർവെസ്റ്റിന് പോവാണ്. ചെറുതേനീച്ച ഓരോന്നായിട്ട് വരുന്നുണ്ട്. നമ്മുടെ അനൂപ് പറഞ്ഞത് ശരിയാ കേട്ടോ. നമ്മുടെ കൈക്കിടയിലൊക്കെ രോമത്തിന്റെ ഇടയിലോട്ടൊക്കെ ഈ സാധനം കയറാൻ തുടങ്ങി. അപ്പം നമുക്ക് ചെറുതേനീച്ചയുടെ കോളനി തുറന്ന് കാണാനായിട്ട് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് തേനീച്ച കോളനിക്ക് 2 സെക്ഷനാണുള്ളത്. ഒന്ന് ഹണി ചേമ്പർ, ഒന്ന് ബ്രൂഡ് ചേമ്പർ, അതായത് പുഴുവറ. അപ്പോൾ നമുക്ക് ആദ്യം ഈ പുഴുവറ ഒന്ന് തുറന്ന് നോക്കണം. കാരണം ഈ സമയത്ത് നമുക്ക് കൂട് പിരിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ എന്ന് കൂടെ ഒന്ന് നോക്കണം. എന്തായാലും നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇവർ മരങ്ങളുടെ പശയൊക്കെ വെച്ചിട്ടാണ് ഇത് അടയ്ക്കുന്നത്. ഇപ്പോൾ ചൂട് കാലം ആയതുകൊണ്ടാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് തുറന്നു വരാനായിട്ട് സാധിക്കുന്നത്. നല്ല മുട്ടയും ചെറിയ രീതിയിൽ തേനൊക്കെയുള്ള ഒരു കോളനിയാണ്. വളരെ നല്ല സ്ട്രെങ്ത് ഉള്ളൊരു കോളനിയാണ് ഇതല്ലേ? അതെ, കാരണം ആ മുട്ടയുടെ ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ രോമങ്ങളിലൊക്കെ ഈച്ച കയറി ഭയങ്കരമായിട്ട് ഒരു ഡിസ്റ്റർബ് ചെയ്യുന്ന ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് മാസ്ക് കവർ ചെയ്ത് അതെ, നമുക്ക് ഇപ്പൊ തലയിലും മാസ്ക് വെച്ചില്ലെങ്കിൽ, അതായത് തലയിൽ തൊപ്പി വെച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ഈ പച്ച ഈർക്കലിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ഈ ഈർക്കൽ കൊണ്ടാണ് നമ്മൾ ഈ മുട്ടകളൊക്കെ ഇങ്ങനെ ഇളക്കി നോക്കേണ്ടത്. ഇപ്പം ഇതിനകത്ത് റാണി മുട്ട ഉണ്ടോ എന്നൊക്കെ നോക്കേണ്ടത് ഇത് വെച്ചിട്ടാണ്. കാരണം നമുക്ക് കൈ ഇട്ടൊന്നും നോക്കാൻ പറ്റില്ല ഇത്, കാരണം അതെ ഭയങ്കര സോഫ്റ്റ് ആണ്. അപ്പോൾ ചിലപ്പോൾ അത് ഞെരുങ്ങി പൊട്ടിപ്പോവുകയും ഉരുകി ജ്യൂസ് പോലൊക്കെ ആയി പോകും നമ്മൾ കൈയിട്ട് എടുത്താൽ. അപ്പം ഇതിനകത്ത് റാണി മുട്ടയൊന്നും കാണാനില്ല, കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ അതിനകത്ത് റാണിയെ കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാണ്. കാരണം മുട്ടകളൊക്കെ ഈ ഒരു രീതിയിൽ ഇരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അടിയിലൊക്കെ കയറിയിരിക്കും. പിന്നെ ഇത് മുട്ടയാണ്, ഈ ഇരിക്കുന്ന പോർഷൻ മുട്ടയാണ്. അതേപോലെ ഇത് നമ്മുടെ മരങ്ങളുടെ പശ, അതെ മരങ്ങളിൽ നിന്ന് പശ ശേഖരിച്ചു കൊണ്ടുവന്ന് ഇവരുടെ കൂട്ടിൽ ശേഖരിച്ചു വെക്കുന്നതാണ്. ഈ മരങ്ങളുടെ പശ വെച്ചിട്ടാണ് ഇവർ ഈ കൂടുകളുടെ എഡ്ജുകളെല്ലാം അടയ്ക്കുന്നത്. അതേപോലെ ചെറിയ വിടവുകളൊക്കെ അടയ്ക്കുന്ന ഈ പശ വെച്ചിട്ടാണ്. അതിനാണ് മരങ്ങളുടെ പശ ഇവരെടുക്കുന്നത്. അപ്പം ഇച്ചിരിയുള്ള പ്രാണിയാണെങ്കിലും രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്യുന്ന ഒരു ജീവി കൂടെയാണ് ചെറുതേനീച്ച എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഒരു കൂട് നോക്കിയാൽ അറിയാം, ഇത്രത്തോളം ചെറിയ പ്രാണി എത്രത്തോളം ഒരു വലിയൊരു കൊട്ടാരമാണ് കൂട്ടിലുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഇത്രയും ചെറിയൊരു പ്രാണി അല്ലേ? അതെ അതെ, ഒരു സംഘം ചേർന്ന് നടത്തുന്ന പ്രവർത്തനം നോക്കി. തീർച്ചയായിട്ടും ഞങ്ങള് തേനീച്ച കർഷകർ പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം അംബാനിക്ക് പോലും ഇത്രയും സ്റ്റാഫുകൾ കാണത്തില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ തേനീച്ചകളെ വേലക്കാരികൾ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഈ വേലക്കാരികൾ എടുത്തുകൊണ്ട് വെക്കുന്ന തേനാണ് നമ്മൾ എടുക്കുന്നതും നമ്മളതൊരു വരുമാന മാർഗമായിട്ട് മാറ്റുന്നതും നമ്മളാണ്. അപ്പം നമുക്ക് ഇത്രത്തോളം ഞാൻ ഇന്നലെ വൻതേനീച്ച കോളനികൾ നമ്മൾ നോക്കിയപ്പോൾ 10,000-40,000 ഈച്ചകളാണ് അതിനകത്ത്. അപ്പൊ അവര് നമുക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് എന്ന രീതിയിലാണ്. അപ്പൊ അവരുടെ ഭക്ഷണം ശേഖരിക്കാൻ വേണ്ടിയാണെങ്കിലും അത് വെച്ചിട്ടാണ് ചെറിയ തേനീച്ച കർഷകരുടെ വരുമാനം നടക്കുന്നത്. അപ്പൊ എന്ന് പറയുന്ന പോലെ ഇതിനകത്തും ആയിരക്കണക്കിന് ഈച്ചകളുണ്ട്. ഇതിന്റെ രീതി ഭയങ്കര. അതെ, അപ്പം ഇതൊക്കെ ചെറിയ ചെറിയ തേനീച്ചകളാണ്. അപ്പം ഇതൊക്കെ ആ കണ്ടത് കുഞ്ഞു തേനീച്ചയാണ്, അതായത് പുതിയ ഇളം പ്രായത്തിലുള്ള തേനീച്ചയാണ്.
ഇപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ മുട്ടകൾ. ഇത് നല്ല ബ്രൗൺ കളറിൽ ആയിരിക്കുന്നത്. ഇത് നല്ല പഴയ മുട്ടയാണ്. പുതിയ മുട്ടകൾ ഇതിൻ്റെ അടിഭാഗത്തായിട്ടാണ് വരുന്നത്. അതെ. അപ്പം ഈ 2 സെക്ഷൻസ്, ഇങ്ങനത്തെ കൂടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂട് ഡിവിഷൻ ചെയ്യുവാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് റാണി മുട്ട കണ്ടാൽ റാണി ഇല്ലാത്ത പോർഷൻ്റെ അകത്ത്, ഇപ്പം നമ്മൾ കൂട് തുറക്കുമ്പോൾ തന്നെ റാണിയെ കണ്ടു. ഇപ്പോൾ റാണി ഈ ഒരു സെക്ഷൻ്റെ അകത്താണെങ്കിൽ റാണി മുട്ട നമ്മൾ ഈ സെക്ഷനകത്ത് വെച്ചിട്ട് ഇതിനകത്ത് ഇത്രയും മുട്ടയുണ്ട്, കുറച്ച് തേനും ഉണ്ട്. ഈ ഒരു വേറൊരു empty ബോക്സ് ഇതിൻ്റെ കൂടെ ചേർത്ത് വെച്ചാൽ നമുക്ക് പുതിയൊരു ബോക്സ്, വളരെ എളുപ്പത്തിൽ നമുക്ക് കൂട് ഡിവിഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണത്. അപ്പം ഇത്രയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് റാണിമുട്ട ഇല്ല, ഇതിപ്പം കൂട് പിരിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും കൂട്ടിൽ റാണിമുട്ട കാണുവാണെങ്കിൽ അതിനകത്തെ റാണിമുട്ട എടുത്തിട്ട് നമുക്ക് ഈ കൂട് ഈ മുട്ട വെച്ചിട്ട് പിരിച്ചു മാറ്റാം. നമുക്ക് എന്തായാലും കോളനിയിലെ തേൻ നമുക്ക് നോക്കാം. ഇനിയും നമുക്ക് ഈ കൂട് എന്തായാലും അടയ്ക്കാം. ഇതുപോലെ തന്നെ നമ്മൾ അടയ്ക്കാം. കാരണം ഇത് കൂട് പിരിക്കാനില്ല. അപ്പം നമ്മൾ ഇത് തേനും മുട്ടയും വെവ്വേറെ ആയിട്ടിരിക്കുന്നത് കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ തേനീച്ച കോളനിയുടെ പുഴുവറ നോക്കി നമുക്കിനി ഇതിൻ്റെ ഇതിൻ്റെ തേനറ നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഞങ്ങൾ ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ടേപ്പ് വെച്ച് ഒട്ടിച്ചിരിക്കുന്നത് തേൻ നിറഞ്ഞു കഴിയുമ്പോൾ ഇതിന് വെയിറ്റ് വരും. അപ്പോൾ നമ്മളിത് ആണിയിട്ടൊന്നും ഉറപ്പിക്കാത്തത് കൊണ്ട് ഈ വെയിറ്റ് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പൊക്കുമ്പോൾ ഇത് ഇളകി അങ്ങ് പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അറിയാതെ മേളിൽ പിടിച്ച് പൊക്കുവാണെങ്കിൽ പോകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ടേപ്പ് ഇട്ട് ഒട്ടിക്കുന്നത്. നല്ല രീതിയിൽ തേനും പൂമ്പൊടിയും നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ. അപ്പം ഇത് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഇവിടെ നമ്മൾ വീട്ടിൽ പ്രധാനമായിട്ടും ചെറുതേനീച്ചയ്ക്കുള്ള പൂമ്പൊടിയുടെ സ്രോതസ് 10 മണി ചെടികളാണ്. 10 മണി ചെടികളാണ്. അപ്പം ആ 10 മണി ചെടികളുടെ കളർ വ്യത്യാസത്തിലുള്ള പൂമ്പൊടികളാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഇത് നമ്മുടെ നല്ല റെഡ് കളറിലുള്ള പൂമ്പൊടി, അതേപോലെ യെല്ലോ ഷെയ്ഡിലുള്ള പൂമ്പൊടികൾ, വെള്ള പൂമ്പൊടികൾ, അങ്ങനെ കളർഫുൾ ആയിട്ടുള്ള പൂമ്പൊടികളാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ പൂമ്പൊടി നമ്മൾ കണ്ടതാണ് ഇത് ശേഖരിച്ചുകൊണ്ട് പോകുന്നത്. അതെ അതെ. ഇപ്പം ഈ ഒരു പോർഷൻ നോക്കിയാൽ പൂർണ്ണമായും തേൻ നിറഞ്ഞിരിക്കുന്നതും ഇത് പൂമ്പൊടിയും തേനൂടെ നിറഞ്ഞിരിക്കുന്ന ഒരു പോർഷനാണ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ളൊരു കൂടിൻ്റെ പ്രത്യേകത ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം ഇതിൻ്റെ നമ്മൾ അടിപ്പെട്ടി നോക്കിയപ്പോൾ നമുക്ക് അതിനകത്ത് മൊത്തം മുട്ടയും പുഴുവായിരുന്നു. എന്നാൽ ഇതിനകത്ത് തേനും പൂമ്പൊടിയും മാത്രം. അപ്പം ഇത് നമ്മൾ തേൻ ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഈച്ചകളെ നമ്മൾ പരമാവധി ഇതിനകത്ത് നിന്ന് മാറ്റണം. അപ്പം മാറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്തു മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ചെറുകെ ഇതുപോലെ തട്ടിക്കൊടുത്താൽ ഇതിനകത്തുനിന്ന് ഈച്ചകൾ പരമാവധി മാറും. അതിനുശേഷം ഇതിൻ്റെ ഈ തേനിൻ്റെ അറകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയായാലും നമുക്ക് 100% ഈച്ചകൾ ഇതിനകത്ത് ചാവാതെ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്, ചാടിക്കാൻ പാടാണ്. എന്നിരുന്നാലും പരമാവധി ഈച്ചകളെ നമ്മൾ സേഫാക്കി മാറ്റിയതിന് ശേഷം ഈ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഇനിയിപ്പം ഈ പോർഷനിൽ നിന്ന് നമ്മൾ തേൻ എടുക്കുവാണ്. ഈ ഒരു സൈഡ് നമുക്ക് നല്ല അലുവ പോലെ നല്ല ഹാർഡായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ നല്ല ഗമ്മ് വെച്ചിട്ട് മരങ്ങളുടെ പശയും ഇവരുടെ ബാഗ്സും എല്ലാം കൂടെ വെച്ചിട്ടാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ എത്ര വർഷങ്ങളുടെ അല്ല എത്ര നാളുകളുടെ കഷ്ടപ്പാടാണ്. അതാണ് നമ്മൾ ഒരു സെക്കൻഡ് കൊണ്ട് തേനാക്കി എടുക്കും. അപ്പോൾ നമ്മളിങ്ങനെ നല്ല രീതിയിൽ നല്ല ഉണങ്ങിയ സ്റ്റീലിൻ്റെ സ്പൂൺ വെച്ചെടുക്കണമെന്ന് പറയുന്നത് ഇതാണ്. അതെ അതെ അതെ. ഒട്ടും വെള്ളമയം വരാൻ പാടില്ല. നമ്മൾ കൈ തൊടാതാണ് ഈ തേൻ എടുക്കുന്നത്. ഇപ്പം ഈ തരത്തിലുള്ള കോളനികളായതുകൊണ്ടാണ് നമുക്ക് തേനീച്ചകളെ കൂടുതൽ കൊല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. തേനും പൂമ്പൊടിയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതിനെല്ലാം മുട്ടയുടെ കൂടെ മിക്സ് ആവുകയില്ല. ഇപ്പം നമ്മൾ പൂമ്പൊടി പരമാവധി മിക്സ് ആവാതെ ആ ചെറുതിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ടുണ്ട്.
അപ്പൊ നമ്മൾ ഈ രീതി ചെയ്തുകൊണ്ട് മാക്സിമം അപ്പൊ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും പൂമ്പൊടിയുടെ ഈ ഒരു പോർഷൻസ് നല്ല കളർഫുൾ ആയിട്ടുള്ള പൂമ്പൊടി നമ്മൾ അവർക്ക് തന്നെ കൊടുത്തിരിക്കുകയാണ്. അതേപോലെ ചെറുതേൻ നമ്മളിപ്പം വീഡിയോ കാണുന്നവരുടെ വീട്ടിലൊക്കെ ചെറുതേൻ ഉണ്ടെങ്കിൽ പരമാവധി പൂമ്പൊടി മിക്സ് ആവാതെ എടുക്കുന്നതാണ് നല്ലത്. അതേപോലെ തന്നെ റാണി പരമാവധി നഷ്ടപ്പെട്ടു പോവാതെ എടുക്കുക. അതേപോലെ ഇപ്പം ഇത് 2 ഹണി ചേമ്പറും അതേപോലെ ബ്രൂഡ് ചേമ്പറും, അതായത് പുഴുവറയും തേനറയും സെപ്പറേറ്റ് ഉള്ള പെട്ടി ആയതുകൊണ്ട് നമ്മൾ ഈ തേനറയ്ക്കകത്ത് തേൻ ഒട്ടും തന്നെ വെക്കുന്നില്ല. എന്നാൽ വേറൊരു കാര്യം നമ്മൾ ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഇത് വീഡിയോ കാണുന്ന ആരെങ്കിലും തേൻ എടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ തേൻ എടുത്തതിന് ശേഷം ചെറിയ അംശങ്ങളൊക്കെ ഇതിനകത്തുണ്ട്, തേനിൻ്റെ അംശം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ അത് ഒരു കോട്ടൺ വെള്ളം വെച്ച് തുടച്ച് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ നമ്മളിവിടെ കൊണ്ട് വെക്കുമ്പോൾ ഇതിനകത്ത് ഉറുമ്പ് കയറി നമ്മുടെ കോളനി നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് അത് നല്ലതായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി മാക്സിമം തേനിൻ്റെ അംശങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം തിരികെ നമുക്ക് അതേ സ്ഥാനത്തേക്ക് വെക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം വൻതേൻ എടുത്തപ്പോൾ വൻതേന്റെ തേനട നമ്മൾ കഴിച്ചതാണ്. അതെ, അപ്പൊ ഈ ചെറുതേനീച്ചയുടെ തേനട ഒന്ന് കഴിച്ചു നോക്കുക, എങ്ങനെയുണ്ടെന്ന് നോക്കുക. എനിക്ക് മാസ്ക് ഇത് മാറ്റാമല്ലോ. ഓ, ധൈര്യമായിട്ട് മാറ്റിക്കോ. കുറച്ച് ഈച്ച തല കയറുമെന്ന് മാത്രം, ചെറിയൊരു അംശം കഴിച്ചു നോക്കുക. ഒത്തിരി അമക്കരുത്, ജ്യൂസ് പോലെ ആയി പോവും. അതുപോലെ തന്നെ വായിലോട്ട് ഇട്ടോളുക, ഊർന്നു പോകരുത്. ടേസ്റ്റ് ഉണ്ടാകുന്ന വ്യത്യാസം വളരെ നല്ല രീതിയിലുണ്ട്. ചെറുതേൻ വൻതേൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മധുരം മാത്രമുള്ള ടേസ്റ്റ് ആണെങ്കിൽ ചെറുതേന് ചെറിയൊരു പുളിയും ഒരു മധുരം ടേസ്റ്റ് പൂർണ്ണമായും വ്യത്യസ്തമാണ്. അതേപോലെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഓരോ സ്ഥലത്തെയും ചെറുതേനിന് വ്യത്യസ്തമുണ്ടാവും ടേസ്റ്റ്. അപ്പം ചെറുതേനീച്ചകൾ തേൻ എടുക്കുന്ന സോഴ്സിന്റെ അനുസരിച്ച് വ്യത്യസ്തത വരും. ഇപ്പം നമ്മുടെ ഇവിടെ കിട്ടുന്ന തേനിന്റെ ടേസ്റ്റ് ആയിരിക്കില്ല ഒരു പക്ഷേ വയനാട് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾ പറയും എനിക്ക് അവിടെ കിട്ടിയ തേനിന്റെ ടേസ്റ്റ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴും അതിലൊരു കാരണം ഇതാണ്, ഔട്ട്പുട്ടിലുള്ള വ്യത്യാസം ഉണ്ടാവും. ഒരു കാര്യം പറയട്ടെ, ഞാൻ കഴിഞ്ഞ ദിവസം വൻതേനും നമ്മുടെ അടയോടുകൂടി ടേസ്റ്റ് ചെയ്തിരുന്നു. അപ്പം അതിൽ നിന്ന് ഭയങ്കര വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യത്യാസം. ചെറുതേന്റെ ടേസ്റ്റിന് എൻറ്റയർലി ഡിഫറെന്റ്. മെഡിസിനൽ വാല്യൂ എല്ലാം ഉള്ളത് പൂർണ്ണമായും ഫ്ലവർ ഹണി എന്ന് പറയുന്നത് ചെറുതേനാണ്. ഫ്ലവർ ഹണി എന്ന് പറയുന്നത് ചെറുതേനാണ്. നല്ല രീതിയിൽ ഫ്ലവർ ഹണി എന്ന് പറയുന്നത് ചെറുതേനാണ്. അതുകൊണ്ടാണ് ഇത് കോസ്റ്റ്ലി ആവുന്നത്. അപ്പൊ അത് തന്നെ കണ്ടില്ല, ഇപ്പൊ നമ്മളൊരു കോളനി ഇത്രയും തേനീച്ച ഉണ്ടായിട്ട് ഒരു കോളനി പൊട്ടിച്ചപ്പം ആകെ വളരെ കുറച്ച് തേൻ മാത്രമേ കിട്ടുന്നുള്ളൂ. തേൻ കിട്ടുന്നതിന്റെ അംശം വളരെ 1 കിലോ തേൻ എടുക്കാനായിട്ട് നമുക്ക് ഒരു 3-4 ഇതുപോലെ ഉള്ള പെട്ടിയാണെങ്കിൽ ഒരു 3-4 പെട്ടിയെങ്കിലും പൊട്ടിക്കേണ്ടി വരും 1 കിലോ തേൻ 1 കിലോ തേൻ കിട്ടാനായിട്ട്. മറ്റേ ഒരു പെട്ടി ഒരു കോളനി പൊട്ടിക്കുമ്പോൾ തന്നെ 10 കിലോ തേൻ. അതാണ് വലിയൊരു വ്യത്യാസമാണ്. അപ്പൊ നമ്മൾ ഈ ഒരു പെട്ടിക്കകത്ത് നിന്നുള്ള തേൻ എടുത്തു. അപ്പൊ എടുത്തതിന് ശേഷം ടിഷ്യൂ ഇട്ട് ക്ലീൻ ചെയ്തു. അത് ക്ലീൻ ചെയ്യുന്നതിന് പ്രധാന ഉദ്ദേശം ഉറുമ്പുകളൊന്നും കയറി ആക്രമിക്കായിരിക്കും. അപ്പൊ അതിനെക്കാട്ടിൽ ഇച്ചിരി പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ടേപ്പ്, മാസ്കിംഗ് ടേപ്പ് കൂടെ വെച്ചിട്ട് ഇതിന് ജോയിന്റ്സ് എല്ലാം നമ്മൾ അടച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ ഉറുമ്പ് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ ഇനി അടുത്തത് ചെറുതേൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഈ മോഡൽ PVC-യുടെ അല്ലേ? അതെ, ഇത് PVC-യുടെ പുട്ടുകുറ്റി മോഡൽ പെട്ടി. എന്താണെന്ന് വെച്ചാൽ ഒരു പുട്ടുകുറ്റിയുടെ മോഡൽ. ഇത് പുട്ടുകുറ്റിനകത്ത് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ മുട്ടയും പുഴു സമാധി എല്ലാം ഇരിക്കുന്നത്. ഈ ഒരു പോർഷൻ്റെ അകത്ത് തേൻ വരുന്നത് ഇതിനകത്ത് ഈ പുട്ടുകുറ്റിയുടെ ഈ ഒരു മോഡലിനകത്ത് അല്ല, ഇതിനകത്ത് ഒന്നി കുത്തിയിടാം, അല്ലെ തുറന്ന് നമുക്ക് എടുക്കാം. അത് നമുക്ക് കാണാം. ഇത് വ്യത്യസ്തമായ രീതിയാണ്. മറ്റേത് തടിപ്പെട്ടിക്കകത്ത് എടുത്തെങ്കിൽ ഇച്ചിരി വ്യത്യസ്തമായ ഒരു രീതിയാണ്. നമുക്കിനി ഇത് നമുക്ക് നോക്കാം, ഓപ്പൺ ആക്കി നോക്കാം ഇനി അതിനകത്ത് എന്തു വേണ്ടി ചെറുതേനുണ്ടെന്നുള്ളത് അല്ലേ? അതെ, എന്തായാലും നമുക്കൊന്ന് തുറന്നു നോക്കാം. ആദ്യം നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ പുഴുവറ തുറന്നു നോക്കാം. ഓക്കെ, നല്ല ഇത് പുതിയ മുട്ടയാണ്. ഓക്കെ, ഇത് പഴയ മുട്ടയാണ്. ഓക്കെ, അപ്പം തേനീച്ച കൂട്ടിലെ നമ്മൾ മറ്റേ കണ്ട പെട്ടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനകത്തും റാണി മുട്ടയൊന്നും കാണാനില്ല ഒറ്റ നോട്ടത്തിൽ. എന്നിരുന്നാലും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൂട് തുറന്ന് നോക്കി, കാര്യമായിട്ട് റാണിയുടെ മുട്ട കാണുന്നില്ല. എന്നാൽ നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കോളനിയാണ്. കാരണം ഇത്രത്തോളം പുതിയ മുട്ടയുണ്ട്. ഇത് നല്ല ഈ കളർ വ്യത്യാസം കണ്ടാൽ അറിയാം. ഇത് പുതിയ മുട്ടയും ഇത് പഴയ മുട്ടയാണ്. നമുക്ക് ഇങ്ങനെ എടുക്കാനൊക്കെ സാധിക്കും. പക്ഷേ ഇത് ഈ മുട്ട നമ്മൾ തൊട്ട് ജ്യൂസി ആയിട്ട് പോകും. നമുക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പം ഈ ഒരു കൂട് ശ്രദ്ധിച്ചാൽ കാണാം, ഇതിനകത്ത് നമുക്ക് കുറച്ച് തേനുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് തേനറയിൽ നിന്ന് പൂർണ്ണമായും തേൻ മൊത്തത്തിൽ എടുക്കാൻ സാധിക്കുന്നത്. അപ്പം ഈ തേൻ ഇവർക്കുള്ള ഭക്ഷണമായിട്ട് ഒന്നും പുഴുവറയ്ക്കാൻ നമ്മളൊന്നും ചെയ്തില്ല. കൂട് റാണി മുട്ട ഉണ്ടെങ്കിൽ എടുത്ത് കൂട് പിരിക്കുക എന്നൊരു ജോലി. അതെ, അപ്പൊ ഇങ്ങനെയുള്ള കോളനിക്ക് നമ്മൾ അടിയിൽ നിന്ന് തേൻ ഒട്ടും തന്നെ എടുക്കാത്തതുകൊണ്ട്
നല്ല വളർച്ചയായിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്കിനി ഈ ഒരു പോർഷൻ അടച്ചതിന് ശേഷം നമുക്ക് തേനറ തുറക്കാം. അപ്പം ഇതാണ് പുട്ടുകുറ്റി മോഡൽ പെട്ടി. ഇതിനകത്ത് പുഴുവറയ്ക്കകത്ത് മുട്ടയും പുഴു സമാധി, അവരുടെ കുടുംബം അവിടെ വസിക്കുന്നു. അവരുടെ സ്റ്റോർ റൂം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സ്റ്റോർ റൂം, അവരുടെ ഭാഷയിൽ പറഞ്ഞ തേൻ വെക്കുന്ന സ്ഥലം, അവിടെ അവരുടെ തേൻ വെക്കുന്ന സ്ഥലം നമ്മൾ കട്ടെടുക്കും. വേറെ കുഴപ്പമൊന്നുമില്ല. അവർ തേൻ സൂക്ഷിച്ച് വെച്ചാൽ നമ്മളിപ്പോ കട്ടെടുക്കാൻ പോവാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ ഒരു പോർഷനിലാണ് തേൻ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്കുള്ള തേൻ നമുക്ക് ഇതിനകത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നമുക്ക് ഇതിന്റെ പുട്ടുകുറ്റി ഒന്ന് തുറന്നു നോക്കാം. കണ്ടോ, നല്ല രീതിയിൽ തേൻ പുട്ടുകുറ്റിക്കകത്ത് നിറഞ്ഞിരിക്കുകയാണ്. കറുത്ത കളറാണ്. കറുത്ത കളറാണ്. അപ്പൊ ഇത്രയും നിറഞ്ഞിരിക്കുന്ന ഒരു പോർഷനാണ്, താഴേന്ന് നിറഞ്ഞിരിക്കുന്ന ഒരു പോർഷനാണ്. അപ്പൊ നമ്മള് ചെറുതേന്റെ പുട്ടുകുറ്റി തുറന്ന് യുദ്ധം നടത്തുകയാണ്. തുറന്ന് ചെറുതേൻ എടുക്കാനായിട്ടുള്ള യുദ്ധം. ഓ ദേ എടുത്തു, എത്തിപ്പോയി. അപ്പം തേൻ നിറഞ്ഞ പുട്ടുകുറ്റിയാണ്. വളരെ എളുപ്പമാണ് ഈ ഒരു കോളനി നമുക്ക് കൈകാര്യം ചെയ്യാൻ. മറ്റേ നമ്മുടെ തടിപ്പെട്ടിയെക്കാട്ടിലും എളുപ്പമാണ്. അപ്പൊ നമ്മുടെ തേനീച്ചകൾ അതെ ഓപ്പൺ ആക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ പോർഷൻസ് അടച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ ഒരു പോർഷൻ നോക്കിയാൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഒരു തടിയുടെ പീസ് വെച്ചിട്ടാണ് നമ്മൾ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്തൊരു ഹോളുണ്ട്. ആ ഹോളിലൂടെയാണ് തേനീച്ചകൾ ഈ അടിയിലുള്ള പുഴുവറയിൽ നിന്ന് മുകളിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ ഈ ഒരു പുട്ടുകുറ്റി മോഡലിനകത്തുനിന്ന് തേൻ എടുക്കുകയാണ്. നമ്മൾ മുമ്പേ ചെയ്തതുപോലെ തന്നെ ആദ്യം നമുക്ക് ഇതിനകത്തു നിന്ന് മാക്സിമം ഈച്ചയെ പുറത്ത് ചാടിക്കണം. തേൻ നിറഞ്ഞിരിക്കുന്ന ഒരു പോർഷനാണിത്. ഈച്ച അവിടുന്ന് പുറത്ത് ചാടിക്കും തോറും നമ്മുടെ കൈകളിലോട്ട് ഈച്ച വന്ന് കയറുന്നു. അതെ, നമ്മൾ തലയിൽ തൊപ്പി വെച്ചിരിക്കുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. നമുക്ക് ഇതിനകത്ത് തേൻ നമുക്ക് എടുക്കാം. മറ്റേ തടിപ്പെട്ടിയിൽ നിന്ന് എടുക്കുന്നതിനെക്കാട്ടിലും വളരെ എളുപ്പമാണിത്. അതെ, കുറച്ചുകൂടി എളുപ്പമല്ലേ. അപ്പം നമ്മുടെ പുട്ടുകുറ്റി തുറന്നു. തേൻ നല്ല റോള് ചെയ്ത് തേനട അല്ലേ. പുട്ടുകുറ്റിക്കകത്ത് പുട്ടിരിക്കുന്ന അതേ രീതിയിൽ തന്നെ തേൻ നിറഞ്ഞിരിക്കുന്നു. എന്താ രസം. ചെറുതേൻ, നല്ല ശുദ്ധമായ ചെറുതേനാണിത്. വളരെ കട്ടി കുറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി നേരം ഒന്നും വെയിലത്ത് വെക്കാൻ പറ്റില്ല. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉരുകിപ്പോവും. അപ്പം ഇതിനകത്തുനിന്ന് നമ്മൾ മാക്സിമം തേൻ ഇതേപോലെ വടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ചെറുതേന്റെ തേനെടുപ്പ്, 2 പെട്ടി എന്നുള്ള തേനെടുപ്പ് പൂർണ്ണമായും കഴിഞ്ഞു. വ്യത്യസ്തതരമായ ഒന്ന് തടിയുടെ പെട്ടി, ഒന്ന് PVC-യുടെ പെട്ടി എന്നുള്ള തേനെടുപ്പ് കഴിഞ്ഞു. ഇനി നമ്മളിത് വെയിലത്ത് വെച്ച് എടുക്കുകയാണ്. നിങ്ങൾ നേരത്തെ കണ്ട പോലെ ശുദ്ധമായ ചെറുതേൻ ഇങ്ങനെ നമ്മൾ അരിച്ചരിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. ഇനിയും വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ കുറെ കൂടെ കിട്ടും, നല്ല രീതിയിൽ കുറെ കൂടെ കിട്ടും. അപ്പൊ നല്ല ശുദ്ധമായിട്ട് തന്നെ അങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് ഇനിയും ഇതേപോലെ ഏകദേശം 10-80 കോളനി ഇനി എടുക്കാനുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഇനി എടുത്തിട്ടാണ് നമ്മൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്നത്. അതെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ചെറുതേന്റെ ഹാർവെസ്റ്റിംഗ്. ഈ ഒരു രീതിയിലാണ് ഇത്. തികച്ചും വൻതേനും ചെറുതേനും എന്നെ സംബന്ധിച്ച് തികച്ചും പുതുമയാർന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഇത്രയും അറിവോടുകൂടി ഞാൻ ആദ്യം മനസ്സിലാക്കിയത് എനിക്കത് വലിയൊരു കാര്യമായിട്ടാണ്. കാര്യം അപ്പം നിങ്ങൾക്ക് ചെറുതേനോ തേനീച്ച വളർത്തൽ, അത് ചെറുതേനാണെങ്കിലും വൻതേനാണെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അനൂപിനെ കോൺടാക്ട് ചെയ്യാം. അനൂപിൻ്റെ നമ്പറും നിലയ്ക്കൽ ബി ഗാർഡൻസിൻ്റെ എല്ലാ കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. അപ്പം എല്ലാ സപ്പോർട്ടും ചെയ്യുമല്ലോ? തീർച്ചയായിട്ടും ചെയ്യും. അപ്പം വെറുതെ ഒരു പറഞ്ഞ പോലെ കോളനി കൊടുത്തേച്ച് തേനീച്ച തുടങ്ങിക്കോ എന്ന് പറഞ്ഞ ഒരു പരിപാടിയില്ല. ഇത് ശരിക്കും പറഞ്ഞ പോലെ അനൂപ് പറഞ്ഞ പോലെ ഇത് ഭയങ്കര കഷ്ടപ്പെട്ട ഒരു പരിപാടിയൊക്കെയാണ്. എന്നാലും ഇത് ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്ത് പ്രോപ്പറായിട്ട് ഒരു വർഷം പഠിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സക്സസിലെത്താം. അല്ല അനൂപിന്റെ കഥ തന്നെ ഓർത്താൽ മതി. 10 തുടങ്ങി 2 ആക്കിയതാണ്, പിന്നാണ് ബുദ്ധി ഉദിച്ചത്. പഠിച്ചിട്ട് ചെയ്താലുള്ള വ്യത്യാസം സത്യമല്ലേ? തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ. ശാസ്ത്രീയമായ പഠനം നമുക്ക് അത്യാവശ്യം. അതെ, ശാസ്ത്രീയമായി പഠിച്ചത് 2 എന്നുള്ളത് ഇപ്പം 200 വരെ എത്തിച്ചു. അപ്പൊ നിങ്ങൾക്കും വളരാം, നിങ്ങൾക്ക് തേനീച്ചകൾ കൊണ്ട് കാശുണ്ടാക്കാം. തീർച്ചയായിട്ടും കഷ്ടപ്പെട്ടാൽ അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ നമ്മുടെ ഇതൊന്നും ഇവിടെ തീരുന്നില്ല. ഇനി നമുക്ക് കാണാനായിട്ട് ഒത്തിരി ഉണ്ട്. അതെ, ഒത്തിരി ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതെ. ഇനി അനുവിന്റെ ഒരു കാര്യം കൂടെ പറയാം.
തേൻ ഉണ്ടാക്കുന്നത് മാത്രമല്ല, അനു നോക്കിയപ്പോൾ തേനൊക്കെ കോമൺ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അനു എന്താ ചിന്തിച്ചേ, തേനിൽ നിന്ന് എന്തുകൊണ്ട് അതർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിക്കൂടാ, അങ്ങനെ ചിന്തിച്ചില്ലേ? അനു അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ അനു ചിന്തിച്ചത് കൊണ്ട് തേനിൽ നിന്നുണ്ടാകുന്ന കുറച്ച് ഉൽപ്പന്നങ്ങൾ, അതായത് മൂല്യവർദ്ധിത ശുദ്ധമായ തേൻ ഉൽപ്പന്നങ്ങൾ കൂടി അനു ഉണ്ടാക്കിയിട്ട് അത് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി അല്ലേ? സ്വന്തമായിട്ട് തന്നെ ഓൺലൈൻ പ്രൊമോഷനും മാർക്കറ്റിംഗും ആയിട്ടൊക്കെ നിലയ്ക്കൽ ബി ഗാർഡന്റെ പേരിൽ അനൂപ് ചെയ്തു. അത് വൻ സക്സസ് ആണ്. എന്റെ അഭിപ്രായത്തിൽ ഉറപ്പായിട്ടും തേനിനേക്കാളും കൂടുതൽ നല്ല ലാഭവും ഗുണവും ലാഭവും ആ ആഡ് ഓൺ പ്രൊഡക്ട്സിൽ നിന്നായിരിക്കണം അല്ലേ? തീർച്ചയായിട്ടും. കാരണം മറ്റൊരു കാര്യം, നമ്മുടെ പണ്ട് കാലത്തെ നമ്മുടെ പൂർവികർ നമുക്ക് എന്തെങ്കിലും വയറുവേദന, ഒരു പനി, ശ്വാസം മുട്ടലൊക്കെ വന്നാൽ തേനിൽ ചാലിച്ചാണ് ഓരോ മരുന്നുകൾ. നമ്മൾ ചെയ്തത് അതേ ഉൽപ്പന്നങ്ങൾ ഒരു ഉൽപ്പന്നമായിട്ട് ഇറക്കി. പണ്ട് കാലത്ത് നമ്മളുടെ അമ്മച്ചിമാര് അല്ലെ അപ്പച്ചമാര് തന്നിട്ടുള്ളത് നമ്മളൊരു ഉൽപ്പന്നമാക്കി ഇറക്കി. ഇന്ന് കൂടുതൽ റീച്ച് ആയത് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല മെഡിസിനൽ വാല്യൂ ഉള്ള പ്രോഡക്ട്സ് ആണ് അതല്ലോ. അപ്പം ആ പ്രൊഡക്ട്സ് കൂടെ നമുക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും. അപ്പൊ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണെന്നുള്ളത് എനിക്കും കാണാൻ ആകാംക്ഷയുണ്ട്. ആഡ് ഓൺ പ്രൊഡക്ട്സ് ഉണ്ടെന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. 1-2 ഐറ്റംസ് ഒക്കെ പേര് പറഞ്ഞു. അപ്പൊ നമ്മൾ തേൻ എടുക്കുന്ന വൻതേൻ എടുക്കുന്നത് കണ്ടു, ചെറുതേൻ എടുക്കുന്നത് കണ്ടു. അപ്പം അത് രണ്ടും ഈ പറയുന്ന പോലെ ബോട്ടിലാക്കിയിട്ട് ഇവരുടെ പ്രൊഡക്റ്റായിട്ട് നിലയ്ക്കൽ ബി ഗാർഡന്റെ പേരിൽ ബ്രാൻഡ് ചെയ്തിട്ട് വിൽക്കുന്നുണ്ട്. അപ്പം വൻതേന് വില 350 രൂപയാണ് MRP. ചെറുതേന് 2000 രൂപയാണ്. ചെറുതേൻ നല്ല ചെറുതേന് ശരിക്കും പറഞ്ഞാൽ നല്ല വില തന്നെയുണ്ട്. പിന്നെ മാർക്കറ്റ് ചെറുതേനായിട്ട് അവൈലബിൾ ആയിട്ട് ചിലപ്പം കിട്ടുന്നത് ചെറുതേനായിരിക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇവിടെ ഈ ഏരിയയിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കണ്ട് ബോധ്യപ്പെട്ട് ചെറുതേനോ എന്തെങ്കിലും പ്രൊഡക്റ്റ് മേടിക്കണമെങ്കിൽ അത് മേടിക്കാനുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ട്. എല്ലാവരെയും നിങ്ങളെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നുണ്ട്. അതിനൊന്നും ഒരു വിഷമവും ഇല്ലല്ലേ? അല്ല, ഇത് ആർക്ക് വേണമെങ്കിലും വരാം. ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇതെങ്ങനെ എടുക്കുന്നതെന്ന് ക്ലാസ് പോലെ അനുഭവം ഇവിടെ പറഞ്ഞു തരികയും ചെയ്യും. എനിക്കൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു തന്നത്. നമ്മൾ തേനീച്ച പൊട്ടിച്ചുകൊണ്ടാണ്, ഫുള്ള് തേനീച്ചയാണ് കേട്ടോ. ഇപ്പോഴും ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ, ഒന്നും തിരിച്ച് കൂട്ടി കയറിയിട്ടില്ല. അപ്പോൾ ഇതാണ് 2 മെയിൻ പ്രൊഡക്റ്റ്. ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത് ഇപ്പം ഈ കണ്ട കാണുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെയാണ് ഇതിൻ്റെ ആഡ് ഓൺ പ്രൊഡക്ട്സ്. അതായത് തേനിൽ നിന്ന് പ്രോസസ്സ് ചെയ്ത് മൂല്യവർദ്ധിതമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സെയിലും ഉണ്ട്. അതിനകത്ത് എന്തോ ഏറ്റവും ഇതിനകത്താണ് എനിക്കറിയത്തില്ല, കുറേ പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ. ഫേസ് പാക്ക്, അത് നമ്മുടെ തേൻ നെല്ലിക്ക, കാഷ്യൂ, സ്ട്രോബെറി, ഇല്ലാത്ത ഐറ്റം ഒന്നുമില്ല. ഇത് തുളസി പെപ്പർ ഹണി ഉണ്ട്. ഇത് നല്ലൊരു ഫാസ്റ്റ് മൂവിങ് ആയിരിക്കും അല്ലേ? തുളസി, ആടലോടകം, പനിക്കൂർക്ക, പിന്നെ ചുക്ക്, ഏലക്കൊക്കെ നമ്മുടെ ഹെർബൽസും സ്പൈസസും അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം തേനിൽ ഒരു 45 ഡേയ്സ് ഇട്ട് പ്രോസസ് ചെയ്തെടുക്കുന്നതാണ്. നമുക്ക് ഈ തൊണ്ടവേദന, ശ്വാസം മുട്ടല്, പനിയൊക്കെ ഒറിജിനലായിട്ട് നല്ലതായിട്ട് മാറാൻ നല്ലതാണ്. ഒറിജിനലായിട്ട് ഒരു കൃത്രിമവും ഇല്ലാണ്ട് കൊച്ചുപിള്ളേർക്ക് മുതൽ പ്രായമായവർക്ക് വരെ കഴിക്കാം. അപ്പൊ നമ്മുടെ ഈ പെപ്പർ, തുളസി, ഹണി, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറാൻ നല്ലതാണ്. ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇത് കൊമേഴ്ഷ്യലൈസ് ചെയ്ത് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഇതില്ല. നല്ല രീതിയിൽ തന്നെ ഇവിടെ തന്നെ ഉണ്ടാക്കി പാക്ക് ചെയ്യുന്നതാണ്. അപ്പം ഇതിൻ്റെയൊക്കെ കുറച്ച് സാമ്പിൾസ് ഇവിടെ ഉണ്ട്. തേൻ നെല്ലിക്ക, വെളുത്തുള്ളി തേൻ ആദ്യം കഴിക്കാം. 1-2 ഐറ്റം കൊണ്ട് വെച്ചല്ലോ, അപ്പൊ നമ്മള് ടേസ്റ്റ് ആയിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇതാണ് വെളുത്തുള്ളി തേൻ. ഇത് എത്ര ദിവസം പ്രോസസ് ചെയ്തോ? ഇത് 45 ഡേയ്സ്. 45 ഡേയ്സിൽ ഇട്ടതിന് ശേഷം നമ്മൾ എടുത്ത് പ്രോസസ് ചെയ്യും. ഓക്കെ. തേനീച്ചയൊക്കെ ഇളകി, തേനീച്ച അതിനകത്തും വീണിട്ടുണ്ട്. തേനീച്ച ഫുൾ ഇളകിയിരിക്കാം. ഇങ്ങനെയുണ്ട്. വെളുത്തുള്ളിയൊക്കെ കംപ്ലീറ്റ്ലി അലിഞ്ഞു കേട്ടോ. നമ്മുടെ വൻതേനിലല്ലേ? നമ്മുടെ വാല്യൂടെ പ്രോഡക്ട്സ് എല്ലാം വൻതേനില, അല്ല മുതലാകത്തില്ല. അതെ, അത് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കംപ്ലീറ്റ് അലിഞ്ഞ് തേനിനോട് പറ്റി പിടിച്ചു. അതെ. ഇനിയും കുറെ ഐറ്റം ഉണ്ട്. ഇനി എന്താണേലും ഒന്നുകൂടെ കഴിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം നമ്മൾ തേനെല്ലാം കൂടെ കുടിച്ചൊരു വഴിയായി. അതിൽ കാന്താരി നമ്മുടെ തേനിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം 45 ദിവസം ആയതാ. അനുവ് പറയുന്നു കാന്താരി കഴിക്കല്ലേ, എരിവ് ഉണ്ടാവും എന്ന് പറയുന്നു. അത് മാനേജ് ചെയ്ത് പോകുന്ന ആളുകളുണ്ട്. ജോളോ ചിപ്പൊക്കെ കഴിക്കുന്നത് നമുക്ക് എന്ത് എരിവെന്ന്. ഇപ്പൊ ശരിയാക്കാം, നോക്കട്ടെ. കഴിക്കല്ലേ എന്ന് പറഞ്ഞതാ. പക്ഷെ കാന്താരിക്ക് ഇപ്പോഴും നല്ല കടിച്ചപ്പം കാന്താരിക്ക് ഒരു രക്ഷയില്ലാത്ത എരിവാ. എന്നാലും ആ തേന് പിന്നെ എടുത്ത് കുടിച്ചപ്പം കുഴപ്പമില്ലാതെ പോയി. ഒന്നും പറയാനില്ല കേട്ടോ. ഈ പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാവും. ഓൺലൈനിൽ നിലയ്ക്കൽ ബി ഗാർഡൻ എന്ന് പറഞ്ഞ ഒരു പേജ് തന്നെ ഉണ്ട്, ഫോളോ ചെയ്യുക. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അത് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഓൺലൈനിൽ കിട്ടാനായിട്ട്, അതായത് കൊറിയർ വഴി കിട്ടാനായിട്ട് നിങ്ങൾ വിളിച്ച് ഓർഡർ ചെയ്ത് ബുക്ക് ചെയ്ത് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയറായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെയൊക്കെ എന്ത് ഡീറ്റെയിൽസും എന്ത് സംശയം ഉണ്ടായാലും അനൂപിനെ വിളിക്കാം, ചോദിക്കാം. എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ തന്നെയാണെങ്കിലും കൊറിയർ സർവീസ് ഇല്ലേ? ഇന്ത്യയിൽ എവിടെ തന്നെയാണെങ്കിലും കൊറിയർ സർവീസ് ഉണ്ട്. ഇനി ഇതല്ല, നിങ്ങൾക്ക് നേരിൽ വന്ന് ഇത് കണ്ട് ഇതിൻ്റെ പ്രോസസ്സൊക്കെ കണ്ട് ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ പോയി ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അനൂപിനെ കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം. കാര്യം അനൂപ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോലിയുള്ള ഒരു യുവാവാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ സൈഡിൽ തുടങ്ങിയതാണ്, ഇപ്പോൾ ഇത് ഫ്രണ്ടിലായി എന്നുള്ളതേ ഉള്ളൂ. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്, പവർ ഹൗസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ജോലിക്കിടയിലാണ് ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങി. അപ്പോൾ ഇതിങ്ങനെ വളർന്നു വന്നപ്പം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നല്ലേ, അതല്ലേ സത്യം? അതാണ്. ഓക്കെ, അപ്പം പ്രോഡക്ട്സ് ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. കാര്യം പലയിടത്തും നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത് നമുക്ക് അറിയില്ലല്ലോ ഒറിജിനൽ തേനിൽ നിന്നാണ്. ഇതിപ്പം തേൻ ഇവിടുന്ന് ഉൽപ്പാദിപ്പിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവം ആയതുകൊണ്ട് പെർഫെക്റ്റ് ആണ്. അതേപോലെ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് പ്രോഡക്റ്റ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഹണി ഫ്രൂട്ട്സ് ജാം. ജാം നമ്മുടെ പഞ്ചസാരയോ അതേപോലെ പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർക്കാതെ ഹണിയും ഫ്രൂട്ട്സും മാത്രം, ഫ്രൂട്ട്സിന്റെ പൾപ്പും മാത്രം ചേർത്ത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അതെ. അപ്പം പ്രിസർവേറ്റീവ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. അതെ അതെ, അല്ലെങ്കിൽ അതെ. അതേപോലെ ഇപ്പം പ്രായമുള്ളവർക്ക്, ഷുഗർ ഉള്ള ഷുഗറുള്ള ഡയബറ്റിക് പേഷ്യൻസ് ഹണി മാത്രമാണ്, ഷുഗറേ ഇല്ല. പഞ്ചസാര ചേർത്തിട്ടുള്ള പോലത്തെ ഭയങ്കര വീര്യം കൂടിയ ഒരു മധുരമല്ല, അല്ല, നോർമൽ മധുരം. അപ്പൊ ഇതാണ് ഏറ്റവും അവരുടെ ലാസ്റ്റിൽ അപ്ഗ്രേഡ് ചെയ്ത പ്രൊഡക്റ്റ് ഹണി ഫ്രൂട്ട്സ് ജാം. ഏറ്റവും പുതിയ പ്രൊഡക്റ്റ് ആണ്, അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നതാണ്, ഹണി ജാം ആണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പ്രൊഡക്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊഡക്റ്റും അവൈലബിൾ ആണ്. അപ്പം താങ്ക്സ് എ ലോട്ട്. ഇതുപോലെ ഒരുപാട് സമയം നമുക്ക് വേണ്ടി ഇന്ന് സ്പെൻഡ് ചെയ്തു. നമ്മുടെ ഇത്തരം പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തി തേൻ എടുക്കുന്ന, അതിനെ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്നതിനേക്കാളും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടത്, എനിക്ക് പുതിയ അറിവ് സമ്മാനിച്ചത് തേൻ എടുക്കുന്ന വിധങ്ങളായിരുന്നു. പിന്നെ അതിൽ നിന്ന് ഇത്രയും ആഡ് ഓൺ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്, ബ്രില്യൻറ്റ്, കീപ് ഇറ്റ് അപ്പ്. വിഷിംഗ് യു ഓൾ ദ സക്സസ്. ഓക്കെ. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ ഇന്നത്തെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഷെയർ ചെയ്ത് മറ്റുള്ള സുഹൃത്തുക്കളിൽ എത്തിക്കുക. നല്ല കണ്ടന്റ് ആണെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് മടിക്കണ്ട അല്ലേ? അപ്പോൾ ധൈര്യമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വ്ളോഗുമായി കാണുന്നവരെ ടുഡേ വി ആർ സൈനിങ് ഓഫ്. ഡിലൈറ്റ് ഫുഡ് ഇസ് രഞ്ജു ആൻഡ് അനു. ബൈ.